എന്തൊരു നാണക്കേടാണ് സഖാവെ. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയൻ അവർകൾ ഡാഷ് മോനെ രേവന്ത എന്ന് മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുക എന്തൊരു കഷ്ടവും നാണക്കേടുമാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ എനിക്ക് ഉറപ്പുണ്ട് CPM തന്നെ വലിയൊരു വിഭാഗത്തിന് ഇത്രയും സ്റ്റാൻഡേർഡ് താഴ്ന്ന് തരം താണ രീതിയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് തെറ്റായ അഭിപ്രായം ഉണ്ടാവും. സമനില തെറ്റിയാണ്, ഒരുപക്ഷെ പരാജയം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള സമനില തെറ്റലായിരിക്കാം, നമുക്കറിയില്ല. അതല്ല ഇവിടുത്തെ വിഷയം. നാളെ കോൺഗ്രസോ BJP യോ CPM ഓ ഈ ഡാഷ് മോനെ എന്നൊക്കെ പരസ്പരം വിളിച്ചു തുടങ്ങിയ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഇലക്ഷന്റെ അവസ്ഥ എന്താകും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹം എന്നിട്ട് ഇപ്പൊ CPM പറയുന്നത് നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞു, നീ പോ മോനെ ദിനേശ എന്നുള്ളത് നമ്മുടെ ഒരു സിനിമയിലെ ഡയലോഗ് അല്ലേ? സിനിമയിലെ ഡയലോഗ് വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ശ്രീ സുജിത് ഭക്തനോടുള്ള വളരെ ഗംഭീരമായ പോഡ്കാസ്റ്റ്, ഞാൻ ആ പോഡ്കാസ്റ്റ് ഒക്കെ ലൈക്ക് അടിക്കുകയും മറ്റും ചെയ്തിട്ടുള്ള ആളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് കേറി വാടാ മക്കളെ എന്നാണ്. പണ്ട് കടക്ക് പുറത്ത് എന്നുള്ളതല്ല 500 ഡയലോഗ് ഉറപ്പിച്ച് കേറി വാടാ മക്കളെ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേരളം മുഴുവൻ, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കേരളം മുഴുവൻ കൗതുകത്തോടെ കേട്ടതല്ലേ? ഇന്ന് ശ്രീ രേവന്ത് റെഡ്ഡിയോട് നീ എന്താ ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കുന്നത് എന്ത് തരം രാഷ്ട്രീയ സംസ്കാരമാണ്? ആരെങ്കിലും ഇടപെട്ട് തിരുത്തണ്ടേ? ആരിടപെട്ട് തിരുത്തുമെന്നാണ്? നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും ഇത് വിളിച്ചു തുടങ്ങി എന്തെങ്കിലും അവസാനമുണ്ടോ? കുറെ കൂടെ യുവാക്കളും മറ്റും ഇത് വിളിച്ചു തുടങ്ങി തെരുവുകളിൽ പരസ്പരം അടികൂടി വയലൻസിലേക്കും കലാപത്തിലേക്കും പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഒരു മുഖ്യമന്ത്രിയെയും ഒരു മന്ത്രിയെയും ഒരു നേതാവിനെയും മറ്റൊരു വ്യക്തിയെയും ഡാഷ് ചേർത്ത് വിളിക്കരുത്. ഇതൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലും ഉപേക്ഷിക്കുന്ന ശീലമല്ലേ? പൊതുസമൂഹത്തിൽ ബഹുമാനത്തോടെ പെരുമാറണമെന്നുള്ളത് അടിസ്ഥാന രാഷ്ട്രീയ മര്യാദയും ബോധ്യവും അല്ലേ? മോനെ വിജയ എന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരാമർശത്തിന് രൂക്ഷമായ ഭാഷയിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡാഷ് മോനെ രേവന്ത മറുപടി പിന്നാലെ വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നയാൾക്ക് ഒരു മര്യാദ വേണമെന്നും പിണറായി പറഞ്ഞു. അതാണ് പിണറായി സഖാവ് ഓർക്കേണ്ടത്. പിണറായി സഖാവ് എന്താ അറിയോ, ഇത് രാഷ്ട്രീയം കൊണ്ട് പറയുകയല്ല. നാളെ CPM ഓ കോൺഗ്രസോ BJP യോ ആര് ചെയ്താലും നമ്മുടെ പൊതുസമൂഹത്തിനെ എതിർക്കണം. ഡാഷ് മോനെ എന്നൊക്കെ വിളിച്ച് കൂടി ചോദിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആ ഡാഷും കൂടി പൂരിപ്പിച്ചേനെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കറക്റ്റ് പ്രതികരണം. ഇവിടെയാണ് VD സതീശൻ ജി വ്യത്യസ്തനാകുന്നത്. ഷാർപ്പാണ്, കൃത്യമാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കേണ്ടതുമാണ്. Finally, I wanted to tell only one. Ni po mone Dinesha. Ni po mone Vijayan. Ni po mone Vijayan. ഒരു സിനിമ ഡയലോഗ് തമാശയ്ക്ക് പറയുന്നതാണ്. നീ പോ മോനെ ദിനേശ എന്ന് മാറി അദ്ദേഹത്തിന് തിരിച്ച് ഗംഭീരമായി എത്രയോ സിനിമാ ഡയലോഗുകൾ തിരിച്ചു പറയാം. ഒരു പ്രചരണമാകുമ്പോ അങ്ങനെയല്ലേ? ഡാഷ് മോനെ എന്ന് വിളിച്ചാണോ? നമ്മുടെ പൊതുസമൂഹത്തിലെ നിലവാരം ആ രീതി മാറ്റണം. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അങ്ങും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയ നമ്മൾ മലയാളികളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് താങ്കൾ. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികള് നമ്മള് കറക്റ്റാണ്, അത് അങ്ങാണ് പാലിക്കാത്തത്. മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അത് പണ്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. പരനാറി, ചെറ്റ അടക്കമുള്ള പ്രയോഗങ്ങൾ. ശ്രീ G സുധാകരനെതിരെ അത്തരം നമ്മുടെ പിള്ളേർ ഇത് കണ്ടല്ലേ വളരുന്നത്. നിങ്ങൾ SFI ആകാം, KSU ആകാം, ABVP ആകാം, MSF ആകാം, ഇനി വേറെ ഏതാ AYF ഏത് സംഘടനയാകാം, ഈ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം തരം താക്കുന്നത് ശരിയാണോ? അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞാൽ കുറെ വിശദമായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. എനിക്ക് രേവന്ത് റെഡ്ഡിയോട് ഒന്ന് അഡ്വൈസ് ചെയ്യാം. അദ്ദേഹത്തോട് ഒരിക്കലും പിണറായി വിജയനെ പറ്റി ഒന്നും പറയുന്നത് തിരിച്ച് നിങ്ങൾ കേൾക്കാത്ത, ഭൂമി കേൾക്കാത്ത ഭാഷ ഒരു തമാശ ഒന്നും അദ്ദേഹത്തോട് പറയണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം ഒന്നും കൂടി സമനില തെറ്റിയിരിക്കുകയാണ് പുള്ളിക്ക്. മൊത്തത്തില് ഒന്നും കൂടി തെറ്റാ, ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എന്റെ ദൈവമേ, കേരളത്തിൽ എന്തൊരു നാണക്കേടായ രാജ്യം മുഴുവൻ. ഈ കേരളം അപമാനത്തോടുകൂടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നതാണ്. ട്രംപ് അടക്കമുള്ളവർ ഇന്നലെ F വാക്കുകളൊക്കെ വെച്ച് പറയുന്നത് കേട്ടില്ലേ? F വാക്ക് ഉപയോഗിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? ആ രീതിയിൽ പരസ്പരം ചീത്ത വിളിക്കുകയും ആഭാസവും അസഭ്യവും പറയുന്നത് ജനാധിപത്യത്തിന്റെ നിലവാരത്തെ കുറയ്ക്കുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് ട്രംപ് തെറ്റാൻ നമ്മൾ പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയും ആ നിലവാരത്തിലേക്ക് ഡാഷ് വിളിക്കുന്ന അസഭ്യവും ആഭാസവും പറയുന്ന നിലവാരത്തിലേക്ക് താന്നതിൽ വേദനയുണ്ട്, വിഷമമുണ്ട്. മുഖ്യമന്ത്രി തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.